അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഈ തെറ്റ് ചെയ്യുന്നവരുടെ മേലെ ആക്ഷൻ എടുത്താൽ ഒരു വ്യവസായം തകരുമെന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ആ മേഖലയൊക്കെ തകരുമോ? ഈ മേഖലയ്ക്ക് മാത്രം എന്താ പ്രത്യേകത? അതായത് ഈ രംഗത്തും ദുഷ്ടത കാണിക്കുന്നവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരൊക്കെ സ്ക്രീനിൽ ജനങ്ങൾ എന്നും കാണുന്നവരാണ്. അതിൽ യഥാർത്ഥ വില്ലന്മാർ പുറത്തു വരണം. ഞങ്ങളതാ പറയുന്നത്. അതിപ്പോൾ 1.5 കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നിരീക്ഷിക്കുകയായിരിക്കും 1.5 കൊല്ലം കൂടെ. ആക്ഷൻ എടുക്കണം, ഇപ്പോൾ എടുക്കണം. ഞാൻ ചെയ്യട്ടെ, സോളാർ 2 മാസം കൊണ്ട് നടപടികളായിട്ട് നീങ്ങിയല്ലോ. 2017 സെപ്റ്റംബറിൽ റിപ്പോർട്ട് കൊടുത്തു, നവംബറിൽ ആക്ഷനിലേക്ക് കടന്നു. ഇവിടെ മാത്രം എന്താ ഒരു സൗജന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഞാനിപ്പോൾ അതിൻ്റെ അല്ലേ മന്ത്രിയാണോ ഉള്ള ഏതായാലും ഇതിൻ്റെ അകത്ത് കള്ളത്തരം കാണിക്കുന്നവരുടെ ഒക്കെ യഥാർത്ഥ ചിത്രം പുറത്തു വരണം. താരങ്ങളുടെ മുഖമാണിപ്പോൾ അഴിഞ്ഞു വീണി. അല്ല, മുമ്പ് രാഷ്ട്രീയക്കാർ കുറ്റം പറയാൻ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നല്ലോ. ഇപ്പോൾ പറയുന്ന ആൾക്കാരുടെ ചരിത്രവും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.